സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. CIT ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ സമരം തുടരുകയാണ്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്താണ് വിവരം? ഷീജയിലേക്ക് എത്താം. എന്തായാലും പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങിയ പശ്ചാത്തലമാണ് ഉള്ളത്. സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ പരിഷ്കരണം കൊണ്ടുവന്നിരുന്നു, ഉത്തരവിറക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ഇത് നടത്താം എന്ന രീതിയിൽ മുന്നോട്ട് പോകാമെന്ന്, ഈ ഒരു പരിഷ്കരണങ്ങൾക്ക് സ്റ്റേ ഇല്ല എന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. വീണ്ടും പുനരാരംഭിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും നടത്താൻ സാധിക്കാതെ പോകുന്ന സാഹചര്യമാണുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങിയ സാഹചര്യം. CITU കഴിഞ്ഞ ദിവസം ഈ ഒരു സമരത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്നിരുന്നു. പക്ഷേ മറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംഘടനകൾ സമരം തുടരുന്ന പശ്ചാത്തലം ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുമ്പോൾ, ഷീജ, ഇന്നും ടെസ്റ്റുകൾ മുടങ്ങിയ സാഹചര്യമാണുള്ളത്. എന്താണ് ഗ്രൗണ്ടുകളിലെ സാഹചര്യം? തീർച്ചയായും അഞ്ജന, ഏതായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അതിൽ വലിയ തോതിലുള്ള അതൃപ്തിയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉള്ളത്. ഈ പരിഷ്കാരം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പുനരാലോചന നടത്തേണ്ടതാണ് സർക്കാർ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സമരം അത് ആ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. അതേ തുടർന്ന് സർക്കുലർ പുതുക്കി ഇറക്കിയിരുന്നു. പക്ഷേ ഈ സർക്കുലർ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് CITU ഒഴികെയുള്ള മറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നിലപാടെന്ന് പറയുന്നത്. ഏതായാലും CITU ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്നിപ്പോൾ 11:30 വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടും അതിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ CITU ഒഴികെയുള്ള സംഘടനകളുടെ സമരമാണ് തുടരുന്നത്. ഇവിടെ തിരുവനന്തപുരം മുട്ടത്തറയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് രജിസ്റ്റർ ചെയ്ത ആരും ടെസ്റ്റിന് എത്തിയിട്ടില്ല. ടെസ്റ്റിന് ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ തടയും എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഇതിൽ ഒരു പുനരാലോചന നടത്താത്ത പക്ഷം ഈ സമരം അവസാനിപ്പിക്കില്ല എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അഞ്ജന. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.